ഇതാണ് N18. ഇത് ബഡ്. ഇതിൻ്റെ മാതളം കുരുകളിൽ നിന്നും ഇളകി വരും. നാടനാണെങ്കിൽ ഇളകി വരത്തില്ല, പറ്റിപ്പിടിച്ചവിടെ ഇരിക്കും. പിന്നെ ഇതിനകത്ത് ഒത്തിരി വൈറ്റമിൻ സിയോ ഏതൊക്കെ ഉണ്ട്, കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കാം, അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതുകൊണ്ട് പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്, വൈൻ ഉണ്ടാക്കുന്നുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു റംബൂട്ടാൻ തോട്ടത്തിലാണ്. മനോഹരമായ കാഴ്ച യാത്രയിൽ കണ്ടതാണ്. വടശ്ശേരിക്കരയിലാണ്. വടശ്ശേരിക്കരയിൽ ഇങ്ങനെ ഒരു റംബൂട്ടാൻ തോട്ടം കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നല്ല ചുമന്ന് പഴുത്ത് തുടുത്ത് കിടക്കുന്ന ഈ റംബൂട്ടാൻ കാഴ്ചകളൊന്ന് കണ്ടുവെക്കാം. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് എബ്രഹാം തോമസ്, വീട് വടശ്ശേരിക്കര. റബ്ബർ വില കുറഞ്ഞു, കൃഷിക്കാരൻ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തണം. ഇന്നലെയാണ് ഇങ്ങനെ റംബൂട്ടാനെ പറ്റി കേട്ടത്. അപ്പോൾ പരീക്ഷിക്കാം എന്ന് വിചാരിച്ച് ചെയ്തു. കൃഷി കുഴപ്പമൊന്നുമില്ല, ഇതിനെ സഹായിച്ച് കഴിക്കാവുന്ന സാധനമുണ്ട്, നല്ല ഡിമാൻഡുണ്ട്. പിന്നെ കേരളത്തിലിപ്പോൾ പ്രൊഡക്ഷൻ കൂടി വരുവാണ്. അതുകൊണ്ട് കേരളത്തിന് വെളിയിലോട്ട് ഇത് പോയെങ്കിൽ മാത്രമേ കാശ്മീരിലെ ആപ്പിൾ ഇവിടെ വരുന്ന പോലെ ഇവിടുത്തെ റംബൂട്ടാൻ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലും സംസ്ഥാനങ്ങളിലും അതാ പറഞ്ഞത്. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് കയറി പോകണം. ഇവിടെ നമുക്ക് എത്ര ഇനം ഉണ്ട്? ഒരിനം N18 എന്ന് പറഞ്ഞ ഇനം മാത്രമേ ഉള്ളൂ. ഒരിനം മാത്രമേ ഉള്ളൂ. പിന്നെ മാംഗുസ്തി ഉണ്ട്. പക്ഷെ ഇത് ഓരോന്നിന്റെ വലിപ്പ വ്യത്യാസം നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മരം പ്രായം ചെല്ലുന്തോറും കായയുടെ വലിപ്പം ചില വ്യത്യാസം. അങ്ങനെ വലിയ വ്യത്യാസമില്ല. തീരെ ചെറിയ 3-ാം വർഷം 4-ാം വർഷത്തിനേ ഉള്ളൂ വ്യത്യാസം കുറവുള്ളത്. പിന്നെ ഇതിലേ നോക്കണ്ട. ഈ മരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കൂടുതൽ പ്രൂൺ ചെയ്തു, പിന്നെ ഓവർ വളം ചെയ്തു. അതിൻ്റെയൊക്കെ കുഴപ്പം കൊണ്ട് ഈ വർഷം പോവില്ല. ഇടയ്ക്കിടയ്ക്ക് വലയിടാത്തതും ഉണ്ട്. വലയിടാത്തതെന്ന് വെച്ചാൽ കാ കുറഞ്ഞതുകൊണ്ട് അതിനിട്ടില്ല. കാര്യം വലയിട്ട് അതിൻ്റെ ചിലവിടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള കാ കിട്ടത്തില്ല. അതുകൊണ്ട് ഇട്ടില്ല. ശരാശരി എത്ര കിലോ വരെ കിട്ടുമായിരിക്കും ഒരു മരത്തിനൊരു 60 കിലോ മുതൽ 100 കിലോ വരെ ആവറേജ്. ഇപ്പൊ എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ ഒരു 150 രൂപ. അത് കൂടുതൽ കാണാൻ എനിക്ക് കിട്ടുന്നുണ്ട്. 150 രൂപ. കഴിഞ്ഞ വർഷം ഞാൻ പറിച്ചു കൊടുക്കണം. നമ്മുടെ വലയിടണം, പറിച്ചു കൊടുക്കണം, ജോലിക്കാരുടെ എല്ലാം നമ്മൾ കൊടുക്കണം. ആൾക്കാർ വരുന്നുണ്ടോ സാർ എടുക്കാൻ? പിന്നെ ആവശ്യക്കാർ. പക്ഷെ പഴയതുപോലെ ഡിമാൻഡ് ഉണ്ടോ? എൻ്റെ അനുഭവത്തിലുണ്ട്. പിന്നെ നാടനുണ്ട്, ഇത് ബഡുണ്ട്. കുഴയെന്ന് പറഞ്ഞാൽ നാടൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളവിടെയൊക്കെ കുഴയെന്ന് പറയുന്നത്. അത് നാടന് ഈ കുരുവെന്ന് ഇളകി വരത്തില്ല. ഇവിടെ എല്ലാം N18 18 1 കിലോ. അതാണ് N18 എന്ന് വരാൻ കാര്യം. അതിനാണ് അതിന്റെ നഴ്സറിക്കാർ തന്നെ പേരിട്ടു. 18 തൂക്കിയ 1 കിലോ കാണണം. അപ്പൊ ചിലത് 20 വേണ്ടി വരും, ചിലത് 22 വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് വേറൊരു വെറൈറ്റിയാണ്. നിങ്ങൾ ആ വലുത് കണ്ടത് N18 അല്ല, അത് വേറെ. എനിക്ക് എൻ്റെ പേര് മറന്നുപോയി. ഒരാളൊരു തൈ വന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് വെച്ചെന്നുള്ളതേ ഉള്ളൂ. നല്ല സക്സസ് ആണെന്ന് തോന്നുന്നുണ്ടോ? കായ്ക്കും വലിപ്പമുണ്ട്, തൂക്കം കൂടുതലുണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആൾ വരുന്നുണ്ട്, കോഴിക്കോട്ട് നിന്ന് വരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കഴിയാറായി. ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. മാംഗുസ്തി കഴിഞ്ഞു. അതിനെന്തുകൊണ്ടാണ് ചെറിയ വില? അതിന് 170 മുതൽ 250 വരെ ഇവിടെ ഉണ്ട്. ബാംഗ്ലൂരിൽ ചെന്ന 600 രൂപ വരെ. എറണാകുളത്ത് 300-350 വരെ ഉണ്ട്. കൊട്ടാരക്കരയിൽ 350 രൂപ ഉണ്ടോ? ഓ ശരി. കോന്നി വില കുറവുണ്ട്. കോന്നി ഇവിടത്തെക്കാട്ടി കൂടുതൽ കോന്നിയില്ല. ഇത് കൂടുതലുള്ളത് മരങ്ങളുള്ളത് ഒരു 10,000 മരമെങ്കിലും കോന്നിയിലുണ്ട്. 10,000 മരങ്ങൾ. ഇവിടെ ഈ വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഇപ്പൊ ആനയൊക്കെ ഈ വടശ്ശേരിക്കരയിലുണ്ട്. ആന ഇപ്പൊ കുറച്ച് നാളായിട്ടുണ്ട്. ഒരു 2-3 മാസം ശല്യം വല്ലതും ഉണ്ടോ? എപ്പോഴേ ഇത് വരുന്നത് നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ ആന വരുന്നത്. ഇങ്ങോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ആറ്റിൽ കൂടെ ഇത് വരുന്നത്. മേളിൽ വരുന്നതിനെ ആൾക്കാർ പടക്കം പൊട്ടിക്കുന്നതിന് ഇതായിട്ട് വരും. രാത്രി ഇതിനെ നോക്കി ഇരിക്കാനൊക്കെ എത്തിട്ടുണ്ട്. പിന്നെ അവരും ജീവിക്കട്ടെ. വൈഫ് 3 മക്കളും. പിള്ളേരൊക്കെ വെളിയില്ല. ഞങ്ങളിങ്ങനെ കൃഷിയായിട്ട് കഴിയുന്നു. हाँ मालिक अच्छा है, पैसा अच्छा देता है। देखने का अच्छा है। हाँ देखने का भी अच्छा है, रूम सब उसी के सबको को मिलेगा। हाँ इधर कितने? इधर हम लोग एक फैमिली। हाँ इसका कितने प्रॉपर्टी है? इसका 2 एकड़। उतना एकड़ तो हमको मालूम नहीं है। ये यहाँ भी है, फिर उधर रबड़ का है बागान, ऊपर भी है।
और रंबुटान दूसरा कौन सा है ये मैंगो जूस की। मैंगो हाँ वो ये खत्म हो गया मैंगो जूस खत्म की। हो गया। हाँ आपका नाम क्या है? सुखेर।